ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഇവിടെ രണ്ട് പൈലാണ് ഉള്ളത്, പൈൽ 1ഉം പൈൽ 2ഉം. പൈൽ 1ൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടെങ്കിൽ ആ പൈൽ ചൂസ് ചെയ്യുക. പൈൽ 2ലാണുള്ളത് എങ്കിൽ ആ പൈൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോവാം. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾ ഇവരെ സംശയിച്ചിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ അവർ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ഭയങ്കര പശ്ചാത്താപം അനുഭവിക്കുകയാണ്. ഇത് വൈസ് വേഴ്സായിട്ടുള്ള മെസ്സേജാണ്. ചിലപ്പോൾ ലാസ്റ്റ് സീൻ കണ്ടിട്ട് നിങ്ങൾ ആരോടാ സംസാരിച്ച് ഇത്ര നേരം എന്താ ഓൺലൈൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകും, ഇല്ല എങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അവരോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട്. അപ്പോൾ അത് വിശ്വസിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, നീ അവിടെ എന്തിനാ പോയി, അവിടെ ആരെ കാണാനാ പോയി, എന്തിനാ അവിടെ പോയെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അങ്ങോട്ട് ചോദിച്ച് എന്തോ ഒരു സംശയത്തിൻ്റെ ആ ഒരു ഇതിവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുകയാണ്, നിങ്ങളെ സംശയിച്ചല്ലോ എന്ന് ആലോചിച്ച്. കാരണം എല്ലാം നേരിട്ട് നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാതെ ആദ്യമേ സംശയത്തിൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ നിങ്ങളെ നോക്കി, അത് ഇവർക്ക് ഭയങ്കരമായിട്ട് പശ്ചാത്താപം തോന്നുകയാണ്. അപ്പോൾ ഫസ്റ്റ് എനർജി ഇതാണ്, നിങ്ങളോ അതോ അവരോ. ഇതിൽ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പശ്ചാത്താപത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ വളരെ നമ്മുടെ സമൂഹത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ട്, അവർക്ക് എപ്പോഴും ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അവരെ നാലാൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ അവർ ഇപ്പോൾ ചിന്തിക്കുന്ന എന്തെന്ന് വച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം ഇത്ര ബിസിയായിട്ട് ഇരുന്നിട്ടും ഇവർക്ക് തരാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുമാകാം, വൈസ് വേഴ്സ എടുക്കുക. നിങ്ങളല്ലെങ്കിൽ അവർ സമൂഹത്തിൽ നല്ല പേരും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ്, എൻ്റെ പേഴ്സണ് അവർ ആഗ്രഹിക്കുന്ന സ്നേഹം എന്നെക്കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ, എന്നിൽ അവർ തൃപ്തനാണോ അല്ലെങ്കിൽ തൃപ്തയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നത്തില്ലേ ചില സമയം. അങ്ങനെയൊക്കെയുള്ള തോന്നൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഡിസർവിങ് ആയിട്ടുള്ള ആളാണോ ഇവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവർ ആഗ്രഹിക്കുമ്പോഴത്തെ സ്നേഹം ഇവരെ കൊണ്ട് തരുവാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് മെസ്സേജിലൂടെ. ഇവിടെ ഇവർ പബ്ലിക് ഇമേജ് ആയത് കാരണം നിങ്ങളുടെ ഫാമിലിക്കോ ഇവരുടെ ഫാമിലിക്കോ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. അതാണ് കൂടുതലായിട്ടും ഇവർ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഇവരെ സ്നേഹിക്കുന്നുണ്ടോ കെയർ ചെയ്യുന്നുണ്ടോ അതേപോലെ ഇവർക്കും നിങ്ങളെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും എല്ലാം വേണം. പക്ഷേ ഇവരുടെ ആ ഒരു ബിസി ലൈഫ് ആയത് കാരണം ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവർക്ക് ഡിസർവിങ് ആയിട്ടുള്ള ആളാണോ എന്ന് ഇവർക്ക് തോന്നുകയാണ്. കാരണം ഇത്രയും ബിസി ആയിട്ടുള്ള പേഴ്സൺ ഇത്രയും നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹം ഇവർക്ക് തരാൻ സാധിക്കുന്നില്ല. അതാണ് ഇവരുടെ വിഷമം. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഇവർക്ക് ഡിസൈഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണ്. ഇവർ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം. അതായത് നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ ശരിയായ വഴി ഏതാണ്, ശരിയായ ഡയറക്ഷൻ ഏതാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ്. ഇവിടെ ഓബ്സ്റ്റിക്കൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിരിക്കാം, ഇല്ല എങ്കിൽ അതർ സിറ്റുവേഷൻസ് ആയിരിക്കാം. നെക്സ്റ്റ് മെസ്സേജ്, തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടു, വളരെ മോശമായ രീതിയിൽ നിങ്ങളോട് ഇവർ സംസാരിച്ചു. ആ സംസാരം നിങ്ങൾക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് വിഷമമായി. അത് ചിലപ്പോൾ ഇവർ പറഞ്ഞു കാണും, നിന്നെയും കാട്ടി 2 മടങ്ങ് നല്ലത് തേർഡ് പാർട്ടിയാണ് എന്ന് പറഞ്ഞു കാണും. ഇത് പറഞ്ഞത് കേട്ട് നിങ്ങൾക്കൊട്ടും ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട് എങ്കിൽ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതാണ്. അതായത് ശരിയായ ഒരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് എനിക്ക് കുറച്ച് സമയം നിങ്ങൾ തരേണ്ടതാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ പോകുന്നത്. അതായത് ഇവർ ഭയങ്കര ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, എനിക്കറിയാം നിങ്ങൾക്ക് വിഷമമായി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ ഇവർക്കറിയാം നിങ്ങളെ ഇവർ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന്, കരയിപ്പിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇവർ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ലൈഫ് ഫുള്ള് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കറങ്ങാൻ പോവുക, എപ്പോഴും ലൈഫിൽ ഒരു സന്തോഷം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നു ഇവർ. അതായത് ഒരു കുട്ടിക്ക് എന്തെങ്കിലും കാര്യം അറിയേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് എപ്പോഴും എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, സന്തോഷം, അതൊക്കെ ആയിരിക്കില്ല. അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ. എപ്പോഴും എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ രീതിയിൽ പറയുവാൻ ആഗ്രഹിക്കണം. എന്തൊക്കെ ടെൻഷനുണ്ടോ അതിനെല്ലാം വിട്ടുകള, എന്നിട്ട് ലൈഫിൽ സന്തോഷിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ എപ്പോഴും. എനിക്കും നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, സെലിബ്രേഷൻ, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. കാരണം അവർക്ക് ഒരു ടെൻഷനും എടുത്ത് തലയിൽ വയ്ക്കാൻ ഇഷ്ടമില്ല. ഇവർ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകത്തില്ല. എവിടെ ഇവർ പോകുന്നുണ്ടെങ്കിലും നിങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നുമാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് നിങ്ങളുടെ കൂടെ സന്തോഷം വേണം, നിങ്ങളെയും കൊണ്ട് കറങ്ങാൻ പോകണം, സെലിബ്രേഷൻ, നിങ്ങളുമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യണം എന്നും കൂടെ ആഗ്രഹമുണ്ട് ഇവർക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഒരു കംപ്ലൈൻറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കംപ്ലൈൻറ്റും നിങ്ങളോട് പറയുവാനും ആഗ്രഹിക്കുന്നില്ല. എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും ഒരു നിമിഷം ഇരുന്ന് സമാധാനപരമായിട്ട് എല്ലാം സോൾട്ട് ഔട്ട് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ടെൻഷൻ തലയിലെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. ഇവർക്ക് ലൈഫ് എൻജോയ് ചെയ്യണം, സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും ലൈഫിൽ. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൈപിടിച്ച് എവിടെയെങ്കിലും ദൂരെ പോകണം. എങ്കിൽ മാത്രമേ ഇവരുടെ ടെൻഷനും നിങ്ങളുടെ ടെൻഷനും എല്ലാം റിലീഫായി സന്തോഷമായിട്ട് ഇവർക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമ്പർ വന്നിരിക്കുന്നത് 7ഉം 9ഉമാണ്. 7 തൊട്ട് 9 അവേഴ്സിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊനേറ്റ് ആകുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ 17 തൊട്ട് 19 അവേഴ്സിനുള്ളിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാരുടെ. ഇനി പൈൽ 2 ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാം. ഇവിടെ പൈൽ 2 ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കോടതിയിൽ എന്തെങ്കിലും ജോലിയാണോ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ കോടതിയിൽ എന്തെങ്കിലും കേസുണ്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൽ, എന്തോ കോടതി സംബന്ധമായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ അവരുടെ വീട്ടിലെ ഏറ്റവും മുഖ്യ ഒരു അംഗമായിരിക്കാം. കാരണം അവരായിരിക്കും ആ കുടുംബത്തിലെ എല്ലാ ഭാരവും ചുമക്കുന്നത്. ജോലിയുള്ള ഒരു വ്യക്തി ആയിരിക്കാം അവർ. അതുകൊണ്ടായിരിക്കാം അവർക്ക് എല്ലാ കാര്യങ്ങളും കടമകളും ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഉത്തരവാദിത്വങ്ങളോ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി നിങ്ങളെ ത്യാഗം ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു ഉത്തരവാദിത്വം നല്ലതായിട്ട് നിറവേറ്റാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവർ ത്യജിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വളരെ തെറ്റാണ് ചെയ്തത് എന്ന്. അതായത് ഞാൻ എൻ്റെ ബാക്കിയുള്ള സിറ്റുവേഷൻസ് എല്ലാം നോക്കി, പക്ഷേ എൻ്റെ പാർട്ട്ണറിനെ ഞാൻ നോക്കിയില്ല. അവരെ എൻ്റെ ബാക്കിയുള്ള സിറ്റുവേഷൻസിന് വേണ്ടി ഞാൻ ത്യാഗം ചെയ്തു. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുകയാണ്. ഇവിടെ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് കം ബാക്ക് മൈ ലൈഫ്, അതായത് എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ നീ വരണം എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ ഗ്രേറ്റ് ഫോർച്യൂണായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ വിചാരിക്കുന്നത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ വന്നു, അപ്പോൾ നിങ്ങൾ ഇവരുടെ ഭാഗ്യമാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം മാത്രം കൊണ്ടുവരുവാൻ വന്നതാണ് നിങ്ങൾ. അത്രത്തോളം ഭാഗ്യമാണ് നിങ്ങൾ വന്നതിന് ശേഷം ഇവർക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ലേഡി ആണെങ്കിൽ ഭാഗ്യ ദേവതയെ പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ്, അതായത് നിങ്ങൾ എപ്പോഴും ഇവരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യരുത് എന്നാണ്. എല്ലാ കാര്യത്തിനും ഇവരോട് കംപ്ലൈൻറ്റ് പറയുന്നു, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, തെറ്റാണ്, അത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കംപ്ലൈൻറ്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾ അവരോട് പറയുന്നത് നിർത്തണമെന്നാണ്
നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് എപ്പോഴും എന്ത് കാര്യത്തിനും കുറ്റം പറയുന്ന സ്വഭാവം അത് കുറച്ചൊന്ന് മാറ്റണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും കോടതി കേസ് സംബന്ധമായിട്ട് ഉള്ളവരായിരിക്കാം. നെക്സ്റ്റ്, മുന്നത്തെ ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ മുന്നത്തെ പോലെ അല്ല, എന്നിൽ പല മാറ്റങ്ങളും വന്നു, ഞാനത് നിങ്ങളെ വിശ്വസിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇവരെ അവിശ്വസിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. ആ സമയം ഇവർ വളരെ ലോ എനർജിയിലോട്ട് പോകുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇവരെ വിശ്വസിക്കാനാണ് ഇവർ പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, ഇപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കും, ഞാൻ ചിലപ്പോൾ നിനക്ക് ഡിസർവിങ് ആയിട്ടുള്ള ആളല്ലേ ആയിരിക്കാം, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇവർക്ക് വിഷമം തോന്നുകയാണ് നിങ്ങളോട് ആ രീതിയിൽ പറഞ്ഞത് ആലോചിച്ച്. അപ്പോൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം മെസ്സേജിലൂടെ. അപ്പോൾ ഇതാണ് പൈൽ 2 ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ്. എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.